ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിലെ പായസത്തിൻ്റെ റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, പായസം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. കുറേ ആൾക്കാർ പായസം ഉണ്ടാക്കിയെങ്കിൽ പിരിഞ്ഞ പോലെയല്ല ഉണ്ടാകുന്നത്, അതുപോലെ സേമിയല്ല താഴെ പോയിട്ട് നിന്നിട്ട് ഒരു എന്തോ പോലെ ഉണ്ടാകുന്നില്ലേ. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ നല്ല മിക്സായിട്ട് പായസവും സേമിയെല്ലാം മൊത്തത്തിൽ മിക്സായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സേമിയൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം, പാൻ വേണമെങ്കിൽ പാൻ എടുക്കാം, ഉരുളി വേണമെങ്കിൽ ഉരുളി എടുക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിന്, കുറച്ച് പഴയ പാൻ തന്നെയാണ്. അതിലേക്ക് ഗീ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിന്. ഇനിയിലേക്ക് 1/4 കപ്പ് സേമിയ, 1/4 കപ്പ് സേമിയ ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ നെയ്യിൽ ഇങ്ങനെ ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ ഇങ്ങനെ വഴഞ്ഞിട്ട് സേമിയൻ്റെ കളറൊക്കെ മാറുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പശുവിൻ്റെ പാലിൽ അല്ല, പിന്നെ കവറ് പാലിലും അല്ല, തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ പശുവിൻ്റെ പാലെടുക്കുന്നെങ്കിൽ അങ്ങനെ എടുത്തോ, കവർ പാലെടുക്കുന്നെങ്കിൽ അങ്ങനെ എടുത്തോ, ഏത് പാലെടുത്തെങ്കിൽ പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലെടുത്തിന്. തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. 2ാം പാൽ എന്ന് വെച്ചെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ കട്ടിപ്പാൽ എടുത്ത് വെച്ചിട്ടായിട്ട് ബാക്കിയുള്ള തേങ്ങാൻ്റെ ഇതുണ്ടാവില്ലേ പീരെ, അതിലേക്ക് നല്ലപോലെ വെള്ളമൊക്കെ കൂട്ടിയിട്ട് 2ാമത് പിഴിഞ്ഞെടുത്ത പാലാണ് 2ാം പാൽ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇത് മിക്സാക്കിയിട്ടെടുക്കുക. ഇനിയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മിൽക്ക് മേഡ മറ്റേ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു പഞ്ചസാര എൻ്റെ മധുരത്തിനനുസരിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇങ്ങനെ മിക്സാക്കുക. പായസം എന്ന് പറഞ്ഞാൽ പോരാ, പായസം ഉണ്ടാക്കുമ്പോൾ അതൊരു നല്ലൊരു ലെവലിൽ തന്നെ ഉണ്ടാക്കണം. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സേമിയാണ്. അപ്പോൾ സേമിയ എന്ന് വെച്ചെങ്കിൽ നേരത്തെ 1/4 കപ്പ് ഇട്ടിന്, ഇപ്പോൾ 1/4 കപ്പ് ഇടുന്നു. അപ്പോൾ ടോട്ടൽ 1/2 കപ്പ്. അപ്പോൾ ഈ സേമിയ ഒട്ടിച്ചായിട്ട് നല്ല പോലെ ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 2ാം പാൽ ഒഴിച്ചത് ഒരു 3 കപ്പ് പാലുണ്ടായിന്, 2ാം പാൽ. അപ്പോൾ 3 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചെടുത്തിന്. നിങ്ങൾ കവർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ തിള വരുന്ന ആ ടൈമിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഈ സേമിയെല്ലാം വെന്ത് വരുന്ന പോലെ തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ 2ാം പാലിൽ തന്നെ നല്ല പോലെ സേമിയ തിളച്ചിട്ട് വരണോ. കവറ് പാലെടുക്കുന്ന ആൾ 3 കപ്പ് പാലെടുത്തിട്ട് അതിൽ നല്ല പോലെ തിളപ്പിച്ചിട്ടെടുക്കുക, നല്ല പോലെ വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ല പോലെ ഇതാ വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മളെ തേങ്ങാപ്പാലെല്ലാം നല്ല പിരിഞ്ഞ പോലെ കാണും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നല്ല പോലെ നമ്മളെ സേമിയ വെന്ത് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ 1ാം പാൽ 3 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കവർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക, പ്രശ്നമില്ല. എന്നിട്ട് നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, പെട്ടെന്ന് തിളക്കാനൊന്നും വെക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിട്ട് 2 ഏലക്കി ഇങ്ങനെ നല്ല പോലെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടെടുക്കുക. കൈവിടാണ്ട് ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നല്ല പോലെ ചൂടായിട്ട് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എന്താക്കാന്ന് വെച്ചെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ നല്ല പോലെ കുറുകി വരുന്ന പോലെ കാണാം, തിളക്കാൻ പാടില്ല. തിളക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ച് തിക്കായിട്ട് വരും. ആ ഒരു ടൈമിൽ ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഒരിക്കലും നമ്മൾ 2ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടായിട്ട് പാല് തിളക്കാൻ പാടില്ല. തിള വരുന്ന ആ ഒരു ടൈമിന് തൊട്ട് മുമ്പായിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ ഈ പായസത്തിനെ കുറച്ച് തണുക്കുമ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടോടെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ തിക്നെസ് കുറവുണ്ടാവും. അപ്പോൾ കുറച്ച് തണിയുമ്പോഴാണ് ഈ പായസത്തിന് തിക്ക് കൂടുന്നുള്ളത്. അപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് കണ്ട സേമിയ ഇങ്ങനെ ഗ്ലാസ്സിലെ മേലെ നിൽക്കണം. ഇതാണ് കറക്റ്റായിട്ടുള്ള സേമിയൻ്റെ പരുവെന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് സേമിയ ഉണ്ടാവൽ.
പായസം കുടിക്കുമ്പോൾ സേമിയവും പാലും എല്ലാം ഒന്നിച്ചിട്ട് കിട്ടുമ്പോഴാണ് ആ ഒരു പായസത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരിത് കിട്ടുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.